97/2024 കാറ്റഗറി നമ്പർ PS നടത്തിയ ഖാദി ബോർഡ് LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. തെറ്റായ ജോഡി നിവർത്തന പ്രക്ഷോഭം 1935 എന്നതാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് 1933. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷനാണ് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷനാണ് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. 813 പേരാണ് ഇതിൽ പങ്കെടുത്തത്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡികളാണ് സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം എന്നിവ. ആര്യ സമാജം ശുദ്ധി പ്രസ്ഥാനം എന്നിവയുടെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാനാണ് സർ സ്റ്റെഫേർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്തോഗോ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. ചുവപ്പ് കാവൽ സേന ലെനിൻ, ചെമ്പട മാവോ സേതുങ്, കരിങ്കുപ്പായക്കാർ മുസോളനി, ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. ശരിയായത് അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നതാണ്. 2022 വേദി ഓസ്ട്രേലിയ, 2024 വേദി USA, വെസ്റ്റ് ഇൻഡീസ്, 2026 വേദി ഇന്ത്യ, ശ്രീലങ്ക. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളെ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഫോം ലൈൻ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഫോം ലൈൻ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ് സ്പോട്ട് ഹൈറ്റുകൾ. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക്. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഉത്തരം പറയാനും
ടീ കുടിക്കാനും ലിപ്പ് യൂസ് ചെയ്യും എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. ഷോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും. നാദൂല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഭാമർ എന്ന സ്ഥലത്താണ്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നിവയാണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ. ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. കാഞ്ചൻഗംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കാഞ്ചൻഗംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥകളോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി എന്നിവ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ. ഹിമാദ്രിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ. 5 കൊടുമുടികൾ ചേർന്നതാണ് കാഞ്ചൻഗംഗ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായത് അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ എന്നതാണ്. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീരിൽ ചിനാബ് നദിയിലാണ്. സർദാർ സരോവർ ഡാം ഗുജറാത്തിൽ നർമ്മദ നദിയിലാണ്. ശ്രീശൈലം ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിയിലാണ്. അലമാട്ടി ഡാം കർണാടകയിൽ കൃഷ്ണ നദിയിലാണ്. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ശരിയായ ക്രമം സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര എന്നതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ചു വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായി തിരഞ്ഞെടുക്കുക. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് ഓപ്ഷൻ A ആണ്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ B ആണ്. വളർച്ചാ ലക്ഷ്യം 5.6% എന്നതാണ് തെറ്റായ പ്രസ്താവന. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5% ആയിരുന്നു. കൈവരിച്ച വളർച്ചാ നിരക്ക് 4.3% ആയിരുന്നു. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മഹൽനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ശരിയായ ഓപ്ഷൻ A ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. റിപ്പോ റേറ്റ് എപ്പോഴും റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നതാണ് തെറ്റായ പ്രസ്താവന. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു.
കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു എന്നിവ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളാണ്. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. പ്രാഥമിക മേഖലയുടെ സംഭാവന 21%, ദ്വിതീയ മേഖലയുടെ സംഭാവന 26.50, തൃതീയ മേഖലയുടെ സംഭാവന 52.5%. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലാൻഡ്. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിൻ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 4. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമല്ല. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയാവാനും ഉപരാഷ്ട്രപതിയാവാനുമുള്ള പ്രായപരിധി 35 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവ? തെറ്റായ പ്രസ്താവന 6 to 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് എന്നതാണ്. 6 to 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് എന്നതാണ് ശരിയായ ഉത്തരം. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് ശരിയായ ഓപ്ഷൻസ് ആണ്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് എന്നിവ. സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്ന മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഫസ്റ്റ് VV ഗിരി, സെക്കൻഡ് R വെങ്കിട്ടരാമൻ, തേർഡ് മുഹമ്മദ് ഹമീദ് അൻസാരി, ഫോർത്ത് ജഗ്ദീപ് ധൻകർ. ഇതാണ് ഓർഡർ. ഫസ്റ്റ് ഉപരാഷ്ട്രപതിയായത് ഡോക്ടർ S രാധാകൃഷ്ണൻ, രണ്ടാമത് ഡോക്ടർ സക്കീർ ഹുസൈൻ, മൂന്നാമത് VV ഗിരി. ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ നിരോധനം. കോവാറന്റോ എന്തധികാരം. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ D ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഘാനക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം ഏത്? നീതി ആയോഗിന്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ.
നീതി ആയോഗിന്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ. കേന്ദ്ര സർവീസിൽ വരുന്നവയാണ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1990-ൽ ആണ് എന്നതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1992-ലാണ്. നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്തി രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏവ? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. 1957-59 കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. 1960-62 കാലഘട്ടത്തിൽ പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PP ഉമ്മൻകോയ. 1987-1991 കാലഘട്ടത്തിൽ EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് K ചന്ദ്രശേഖരൻ. 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PK അബ്ദുറബ്ബ്. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്നതാണ് തെറ്റായ പ്രസ്താവന. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കപ്പെട്ട വർഷം 1957. ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിയമിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ കൺവീനറാണ് C അച്യുതമേനോൻ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഒന്നാം EMS മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി ആയിരുന്ന KR ഗൗരിയമ്മ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചത് 1957 ഡിസംബർ 21. കേരള നിയമസഭ കാർഷിക ബന്ധ ബിൽ പാസാക്കിയത് 1959 ജൂൺ 10. കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി നടന്ന കുടിക്കിടപ്പവകാശ സമരത്തിൽ ഒന്നാണ് കള്ളിക്കാട് സമരം. ആലപ്പുഴ ജില്ലയിലാണ് ഇത് നടക്കുന്നത്. കള്ളിക്കാട് സമരത്തിന്റെ രക്തസാക്ഷികളാണ് നീലകണ്ഠൻ, ഭാർഗവി എന്നിവർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഉൾപ്പെടുത്താം. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ എന്നിവ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ധനകാര്യ കമ്മീഷൻ 280-ാം വകുപ്പ്, സ്വത്തവകാശം 300A, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61-ാം വകുപ്പ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226-ാം വകുപ്പ്, സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം 32-ാം വകുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേക്ഷിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേക്ഷിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ തെറ്റായ പ്രസ്താവനകളാണ്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസപേശികൾ. ഇവ സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ ചേർന്നതാണ്. ഇവയ്ക്ക് കുറുകെ വരകൾ ഇല്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നവയാണ് മിനുസപേശികൾ. അക്ഷാസ്തികുടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അക്ഷാസ്തികുടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി വാരിയല്ലുകൾ 24 അസ്ഥികൾ എന്നതാണ്. അക്ഷാസ്തികുടത്തിൽ 80 അസ്ഥികളാണുള്ളത്. തലയോട്ടിൽ 29 അസ്ഥി, മാറലിൽ 1 അസ്ഥി, വാരിയല്ലിൽ 29 അസ്ഥി, നട്ടലിൽ 26 അസ്ഥി. അനുബന്ധാസ്തികുടവുമായി ബന്ധപ്പെട്ട് 126 അസ്ഥികളാണുള്ളത്.
തോൾവലയം 4 അസ്ഥി, കൈകളിലെ അസ്ഥികൾ 60, കാലിലെ അസ്ഥികൾ 60, ശ്രോണി വലയം 2. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. മനുഷ്യരിൽ 2 ശ്വാസകോശങ്ങളാണുള്ളത്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറകൾ. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. കഴുത്തിലെ തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. മുട്ടിലെ സന്ധിയാണ് വിജാഗിരി സന്ധി. തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവയിലെ സന്ധിയാണ് ഗോളരസന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവയിലെ സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ഉമിനീർ ഗ്രന്ഥിയിലെ ദഹനരസങ്ങളാണ് ലൈസോസൈം, സലൈവറി അമിലേസ്, ശ്ലേഷ്മം, ആമാശയരസം എന്നിവ. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഓപ്ഷൻ ബി ആണ്. ത്രോംബോപ്ലാസിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. പ്രോത്രോംബിൻ ത്രോംബിൻ ആവുന്നു. ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളാവുന്നു. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ്, 3ാം സ്ഥാനം കർണാടക. 97/2024 കാറ്റഗറി നമ്പറിൽ PSC നടത്തിയ ഖാദി ബോർഡ് LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തത്. പാർട്ട് 2മായി വീണ്ടും കാണാം.